ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഡൽഹി എയർപോർട്ടിൻ്റെ ടെർമിനൽ 1-ലാണ് ലാൻഡ് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ നമുക്ക് മെട്രോ സ്റ്റേഷനിലേക്കാണ് പോകേണ്ടത്. സോ ഇവിടെ നിന്ന് ഫീഡർ ബസ്സസ് അവൈലബിൾ ആണ്. പെർ പേഴ്സൺ 40 രൂപയാണ് എമൗണ്ട്. സോ ഇവിടെ നിന്നൊരു 20 മിനിറ്റ്സ് ജേർണിയാണ് അടുത്ത മെട്രോ സ്റ്റേഷനിലേക്കുള്ളത്. സോ നമ്മൾ പോകാൻ പോകുന്നത് നിയറസ്റ്റ് മെട്രോ സ്റ്റേഷനായിട്ടുള്ള എയ്റോസിറ്റി മെട്രോ സ്റ്റേഷനാണ്. സോ ഇതെന്ന് പറയുന്നത് ഡൽഹി മെട്രോയുടെ ഓറഞ്ച് ലൈൻ, അതായത് എയർപോർട്ട് എക്സ്പ്രസ് ലൈനിൽ വരുന്നൊരു മെട്രോ സ്റ്റേഷനാണിത്. സോ മെട്രോ നമ്മളിതൊരു യൂസ് ചെയ്തിട്ടില്ല. നമുക്കിത് യൂസ് ചെയ്യാൻ 2 ആപ്പ് ഉണ്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ളത്. ഒന്ന് ഡൽഹി മൊമെൻറ്റം 2.0 എന്ന് പറയുന്നതും പിന്നെ ഡൽഹി മെട്രോ എന്ന് പറഞ്ഞ ആപ്പ്. സോ ഒരെണ്ണത്തിൽ നമുക്ക് റൂട്ട് നോക്കാൻ പറ്റും. ജസ്റ്റ് ലൈക്ക് വേർ ടു വേർ, എവിടെയാണ് ഇറങ്ങേണ്ടത്, ഏതെങ്കിലും ലൈൻ മാറി കയറേണ്ടതുണ്ടോ അതൊക്കെ നോക്കാൻ പറ്റും. മറ്റേ ആപ്പിൽ വേണമെങ്കിൽ നമുക്ക് ടിക്കറ്റ്സ് ഒക്കെ ബുക്ക് ചെയ്യാം. സോ പിന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ നമുക്കിപ്പോൾ ഒരു ലൈനിൽ നിന്ന് വേറെ ലൈനിലേക്ക് മാറണം. ഇത് ഗ്രീനിൽ നിന്ന് ബ്ലൂവിലേക്ക് അല്ലെങ്കിൽ ബ്ലൂവിൽ നിന്ന് യെല്ലോയിലേക്കൊക്കെ മാറണമെങ്കിൽ അതിൻ്റെ ജസ്റ്റ് ആ വാക്ക് വേ ഫോളോ ചെയ്താൽ മതി. അതിൽ കളറായിട്ടുള്ള ഫുട് പ്രിൻറ്റ്സ് ഉണ്ട്. സോ അത് ജസ്റ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള നമുക്ക് എത്തേണ്ട ആ ഒരു പർട്ടിക്കുലർ ലൈനിലേക്ക് എത്താൻ പറ്റും. സോ വളരെ ഈസിയാണ് ഇവിടുത്തെ ട്രാവൽ. നമ്മൾ നേരെ പോയത് രാജീവ് ചൗക്ക് എന്ന മെട്രോ സ്റ്റേഷനിലേക്കാണ്. സോ ഇവിടെ മെട്രോയുടെ തന്നെ ടോയ്ലറ്റ്സ് ഒക്കെ അവൈലബിൾ ആയിരുന്നു. ദെൻ രാവിലെ തൊട്ട് നമ്മളൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ നേരെ ഫുഡ് അടിക്കാനാണ് കയറിയത്. ആക്ച്വലി ഇനി ഡൽഹിയുടെ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്ത് എങ്ങാനും ഫുഡ് പോയിസൺ ആയാലോ എന്ന് ഓർത്തിട്ട് നമ്മൾ ബർഗർ കിങ്ങിലാണ് കയറിയത്. അത്യാവശ്യം നല്ലൊരു ഫുഡായിരുന്നു ഇവിടുത്തെ. ഫുഡൊക്കെ വെച്ച് നമ്മൾ പുറത്തിറങ്ങി. നമ്മൾ ഇനി ഊബറാണ് എടുത്തത്. ഊബർ ഗോയാണ് നമ്മൾ ബുക്ക് ചെയ്തത്. സോ നമുക്കിനി പോകാൻ പ്ലാൻ ഇട്ടിരുന്നത് ഇന്ത്യ ഗേറ്റ് ആണ്. ബട്ട് നമ്മളവിടെ എത്തിയപ്പോൾ ആക്ച്വലി നെക്സ്റ്റ് വീക്ക് നമുക്ക് അവിടെ റിപ്പബ്ലിക് ഡേ പരേഡ് ഉണ്ട്. അപ്പോൾ അവിടെ പരേഡിൻ്റെ പ്രാക്ടീസ് ആയിരുന്നു, മിലിറ്ററിയുടെ പ്രാക്ടീസൊക്കെ നടക്കുമായിരുന്നു. സോ അവിടെ എൻട്രി ഡിനൈഡ് ആയിരുന്നു നമുക്ക്. കാരണം അവിടെ മിലിറ്ററിയുടെ ടാങ്കേഴ്സും പിന്നെ മിസൈൽസിൻ്റെ വെഹിക്കിൾസ് അതെല്ലാം അവിടെ ഉണ്ടായിരുന്നു. സോ അവർ എൻട്രി റിസ്ട്രിക്റ്റ് ചെയ്തേക്കുമായിരുന്നു. ഫോട്ടോഗ്രാഫി റിസ്ട്രിക്റ്റഡ് ആയിരുന്നു. സോ നമുക്ക് എന്തായാലും ഇന്ത്യ ഗേറ്റ് ജസ്റ്റ് ദൂരെ നിന്ന് കാണാൻ പറ്റി, ബട്ട് അതിൻ്റെ അടുത്തേക്കൊന്നും പോകാൻ പറ്റിയിട്ടില്ല. സോ നമ്മൾ പിന്നെ പ്ലാൻ ബി, അത് അടുത്ത ഒരു നിയർ ബൈ ഡെസ്റ്റിനേഷൻ ഉണ്ടായിരുന്നതാണ് അക്ഷരധൻ ടെമ്പിൾ. സോ അടുത്തൊരു ഊബർ ബുക്ക് ചെയ്തു, നേരെ അങ്ങോട്ട് വിട്ടു. സോ പോകുന്ന വഴിക്ക് നമുക്ക് ഈ വെഹിക്കിൾസൊക്കെ കാണാൻ പറ്റി. ലൈക്ക് അവിടുത്തെ എയർ പൊല്യൂഷൻ കുറയ്ക്കാനുള്ള യൂസ് ചെയ്യുന്ന കുറച്ച് വെഹിക്കിൾസൊക്കെയാണ്. സോ നമ്മൾ നേരെ അക്ഷരധൻ ടെമ്പിളിലേക്കാണ് പോയത്. ആക്ച്വലി അവിടെ എൻട്രി ഫ്രീ ആണ് അക്ഷരധൻ ടെമ്പിളിൽ. നമുക്ക് പിന്നെ നമ്മുടെ ലഗേജോ മൊബൈൽസോ ഗാഡ്ജറ്റ്സോ ഒന്നും നമുക്ക് അകത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അവിടെ ഒരു ക്ലോക്ക് റൂം അവൈലബിൾ ആണ്. സോ ജസ്റ്റ് അതൊക്കെ സബ്മിറ്റ് ചെയ്യുക. പിന്നെ അവരൊരു ടോക്കൺ ഇഷ്യൂ ചെയ്യും. സോ അത് എടുത്ത് നേരെ പോവുക, ലൈക്ക് സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് നേരെ പോവുക. ആക്ച്വലി ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് ഈ അക്ഷരധൻ ടെമ്പിൾ. വൺ ഓഫ് ദ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ഇൻ ഡൽഹി. ഈ ക്ലോക്ക് റൂമിനാണെങ്കിൽ അവർ എമൗണ്ട് ഒന്നും ചാർജ് ചെയ്യുന്നില്ല. പിന്നെ അത്യാവശ്യം സേഫാണ്. ആക്ച്വലി അവിടെ നല്ല സേഫാണ്, ലൈക്ക് സാധനങ്ങളൊക്കെ വയ്ക്കാനാണെങ്കിലും. സോ അതൊക്കെ കണ്ട് തിരിച്ചിറങ്ങി. സോ ഇനി നമുക്ക് നമ്മുടെ പിക്കപ്പ് പോയിന്റിൽ എത്തണം. അതായത് മണാലിക്കുള്ള ബസ് കയറുന്ന പിക്കപ്പ് പോയിന്റ് ഉണ്ട്. സോ അങ്ങോട്ടുള്ള മെട്രോ പിടിക്കണം നമ്മൾ.